നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? 2 ദിവസം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ലാസ്റ്റ് കൂടെ എൻ്റെ ഒരു മോളുടെ പെർഫോമൻസ് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നില്ലേ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കുഞ്ഞി വീണ് ബോൺ ഫ്രാക്ചറായി. പിന്നെ അപ്പോൾ അതിൻ്റെ എന്താ പറയുക, പ്ലാസ്റ്ററൊക്കെ ഇട്ടേക്കുവാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയാണ് വീട്ടിൽ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. മെയിനായിട്ട് സത്യം പറഞ്ഞാൽ ഇവിടെ ലൈവ് കാണാനൊന്നും പറ്റിയില്ല. നെറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ലൈവ് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടാസ്കിൽ നമ്മുടെ താരം തന്നെ ആയിരിക്കുവാണല്ലേ ജിൻഡോ. ഭയങ്കര സന്തോഷം. ഒരു മൂപ്പൻസ് ബ്ലോഗിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കത്തില്ല, ജാസ്മിനെ കൊടുക്കത്തുള്ളൂ എന്ന്. ബിഗ് ബോസ് എന്തെങ്കിലും റീസൺ പറഞ്ഞ് പുറത്താക്കുമെന്ന്. മേ ബി ശരിയായിരിക്കാം. എന്ത് തന്നെ ആയാലും നമ്മുടെ ജിൻഡോ ബെസ്റ്റാണ്. എല്ലാ ടാസ്കിലും ബെസ്റ്റ് തന്നെയാണ്. കാരണം എപ്പോഴോ ഒരു എന്താ പറയുക, സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ജനഹൃദയങ്ങളിലേക്ക് കുടിയേറി എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ് അല്ലേ. കുറഞ്ഞ ദിവസം കൊണ്ട് എപ്പോഴും ഇന്ന് ഒരു SSLCൻ്റെ +2ൻ്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നില്ലേ. അപ്പോൾ അതിൽ 99.69% വിജയം ഉണ്ടായിരുന്നു. അതിലൊരു മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ തോറ്റ 30.39 സംതിങ്, ആ 0.31% ഉള്ളവരായിരിക്കും മേ ബി നാളെ ലോകം തന്നെ ഭരിക്കാൻ പോകുന്നത് അല്ലേ. അവരൊരു പക്ഷേ ബിസിനസ് വുമണും ഒക്കെ ആയിരിക്കാം. അവർക്ക് താഴെയായിരിക്കും ഹൈ മാർക്ക് എടുത്ത എല്ലാവരും നിറയെ പേര് വർക്കിന് വരുന്നത്. അപ്പോൾ ഒരാളുടെ ടൈം മാറുന്നത് എപ്പോഴാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഇന്നല്ലെങ്കിൽ ഒരു ദിവസം ഉയർച്ച കിട്ടുക തന്നെ ചെയ്യും. ജിൻഡോയുടെ ലൈഫ് എക്സാമ്പിളാണ്. വെറും സാധാരണക്കാരനായിരുന്ന ഒരു മനുഷ്യൻ തൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട്, തൻ്റെ കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണല്ലോ. അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും. ലൈഫ് സ്റ്റോറി തന്നെ പറയുന്നുണ്ട്. ചെറുപ്പത്തിലെ നമ്മൾ ഛർദ്ദിക്കുന്നതൊക്കെ നമുക്ക് അറപ്പാണ്. അതുപോലും ക്ലീൻ ചെയ്യാൻ ആഗ്രഹിക്കുമായിരുന്നു. അങ്ങനെ ഒരാൾ ഛർദ്ദിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഭയങ്കര സന്തോഷം. പിന്നെ ജിൻഡോ എത്രത്തോളം ജനഹൃദയങ്ങളിലേക്ക് കയറിയെന്ന് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ജിൻഡോ പുറത്തിറങ്ങിയാൽ എന്നെ പറ്റുമെങ്കിൽ എനിക്ക് എൻ്റെ യൂട്യൂബിനൊരു ഇൻ്റർവ്യൂ തരണം കേട്ടോ. എൻ്റെ ആഗ്രഹമാണ്, സാധിക്കുമെങ്കിൽ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ബ്ലെസ്ലിക്കായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തു, സീസൺ 4. എന്നിട്ട് ഞാൻ ആ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ ബ്ലെസ്ലി തന്നെ എന്നോട് ഒരു ഇതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഗ്രൂപ്പ് വീഡിയോ കോൾ ചെയ്ത സമയത്ത് തീർച്ചയായും ഒരു ദിവസം വീട്ടിൽ വരും, ഇൻ്റർവ്യൂ ഒക്കെ തരുമെന്ന്. പക്ഷേ അതിനുശേഷം പോയിട്ടോ, അതിനുശേഷം ഒന്നുമില്ല, ഒന്നുമില്ല. അതൊക്കെ പോട്ടെ. എന്നാലും ബ്ലെസ്ലി ഇഷ്ടം തന്നെയാണ് എപ്പോഴും. എല്ലാ വീഡിയോസും ബ്ലെസ്ലിയുടെ അത്യാവശ്യം വീഡിയോസൊക്കെ എന്തെങ്കിലും വരുമ്പോൾ കാണാറുണ്ട്, ഇഷ്ടമാണ്. ഓക്കെ, അതൊക്കെ പോട്ടെ. ജിൻഡോയ്ക്ക് പറ്റുമെങ്കിൽ ഓക്കെ. എന്ത് തന്നെയായാലും ഇന്നത്തെ ടാസ്കിൽ ജിൻഡോ പൊള്ളിയാണ്. സാബുമോനും ശ്വേതയ്ക്കും പോലും ജിൻഡോനെ ഇഷ്ടമായിട്ടുണ്ട്. കാരണം പുറത്തുനിന്ന് അവർ ഗെയിം കണ്ടു പോയാലും അകത്ത് ചെല്ലുമ്പോൾ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നോറയാണ് ഇപ്പോഴും ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു ജിൻഡോയ്ക്കെതിരെ. ജാസ്മിൻ പോലെ ഒരു ഘട്ടത്തിൽ ജിൻഡോ വഴക്ക് കൂടുതൽ ഇച്ചിരി കഴിഞ്ഞ് അവർ മിണ്ടുന്നെങ്കിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതെങ്കിലും ജാസ്മിനുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മുടെ ജിൻഡോയ്ക്ക് നല്ല പ്രേക്ഷകർ സപ്പോർട്ടുണ്ട്. ഇന്നത്തെ ശ്വേതയുടെ ബെസ്റ്റ് പെർഫോമൻസ് ബെസ്റ്റായിട്ട് പറയുന്നത് നമ്മുടെ ജിൻഡോനെ തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് ജിൻഡോ കപ്പടിക്കുന്നതിനെ വിശ്വസിക്കാമല്ലേ. നമുക്ക് സപ്പോർട്ട് ചെയ്യാം മാക്സിമം. താങ്ക്സ് ഫോർ വാച്ചിങ്. കമൻറ്റ് ചെയ്യണം. താങ്ക് യു. സപ്പോർട്ട് ചെയ്യണം കേട്ടോ.